നമസ്കാരം. എല്ലാവർക്കും AstroDigit.gp ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് 7 എന്നൊരു സംഖ്യയെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ 7 എന്നുള്ളൊരു സംഖ്യ, അതിനോട് സാമ്യം വരുന്ന മറ്റു സംഖ്യകൾ, അത് 16 മറ്റൊന്ന് 25. അപ്പോൾ എങ്ങനെയാണ് 7 സാമ്യം 16 ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 1 + 6, 16 1 + 6 ആയി പറയുമ്പോൾ 7. അതുപോലെ തന്നെ 25 2 + 5. അപ്പോൾ ഒരു മാസത്തിലെ 7 ഡേറ്റായി വരുന്നവർ, 16 ഡേറ്റായി വരുന്നവർ, 25 ഡേറ്റായി വരുന്നവർക്ക് ഏറെക്കുറെയൊക്കെ 7ൻ്റെ സ്വഭാവ രീതികൾ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ 7 എന്നുള്ളൊരു സംഖ്യ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിദാനം ചെയ്യുന്നത് കേതുവിനെയാണ്. നമ്മൾ പറയില്ലേ, നെപ്റ്റ്യൂൺ. അപ്പോൾ കേതുവിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് 7. അപ്പോൾ ഈ 7 എന്നുള്ളൊരു ഡേറ്റിൽ ജനിച്ചവരും 16 എന്നുള്ളൊരു ഡേറ്റിൽ ജനിച്ചവരും 25 എന്നുള്ളൊരു ഡേറ്റിൽ ജനിച്ചവരുടെ സ്വഭാവ രീതികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇവർ തികച്ചും സ്വാതന്ത്ര്യബോധം ഉള്ളവരാണ്. സ്വാതന്ത്ര്യം വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തികച്ചും സ്വാതന്ത്ര്യബോധമുള്ളവരായിട്ടാണ് കാണാറ്. പിന്നെ രണ്ടാമതൊരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ വേറിട്ടൊരു വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നവരാണ്. അവരുടെ രീതികൾക്കായാലും അവരുടെ ഒരു ആശയങ്ങൾക്കൊക്കെ തന്നെ ഒരു വേറിട്ടൊരു വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമതായി പറഞ്ഞാൽ മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ജീവിതത്തിൽ അവരുടെ മാറ്റങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി പൊതുവെയുള്ള ഇന്നത്തെ നിയമങ്ങളും സംഹിതകളും ഒക്കെ തന്നെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം മാറ്റങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ഇവർ പലർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളവരായിട്ടാണ് കാണുന്നത്. യാത്ര ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ എഴുതുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വഭാവ രീതി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ വലിയ താല്പര്യമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത്. അതെല്ലാം തന്നെ അവരവരുടേതായ ഒരു ജീവിത സാഹചര്യങ്ങളും അവരവരുടേതായ കർമ്മ മേഖലകളിലൂടെയായിരിക്കണം ഇതിനെ നോക്കിക്കാണേണ്ടത്. പിന്നെ ഇവരെല്ലാം തന്നെ വിചിത്രമായ ഒരു ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. കേൾക്കുന്ന നമുക്ക് പോലും ചിലപ്പോൾ അതിനോട് ഒരു വിധത്തിലും ചിലപ്പോൾ യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് അവർ വെച്ച് പുലർത്തുന്നത്. പിന്നെ അവരുടെ ഒരു സ്വഭാവം അസ്വസ്ഥതയാണ്. അവരുടെ മുഖമുദ്ര. എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് കൊടുത്താലും അല്ലെങ്കിൽ എന്ത് സ്നേഹത്തോടെ നാം പെരുമാറും അവരൊരിക്കലും തൃപ്തിപ്പെടാത്തവരായിട്ടാണ് കാണുന്നത്. അസ്വസ്ഥതയാണ് അവരുടെ മുഖമുദ്രയായി പറയുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ അവർക്ക് അസ്വാരസ്യങ്ങൾ പലപ്പോഴും അവർ പ്രകടമാക്കുമെന്നുള്ളതാണ്. അപ്പം അസ്വാരസ്യങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരിക്കും ചിലപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ കഴിയുക എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 7ൻ്റെ ഒരു പവർഫുൾ മന്തായി പറയുന്നത് നവംബർ ഡിസംബറും പിന്നെ ഫെബ്രുവരി മാർച്ചുമാണ്. അപ്പോൾ 7 എന്നുള്ളൊരു സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നത് കേതുവിനെയാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ
കേതു ദോഷസ്ഥാനത്താണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിലോ ചാമുണ്ഡിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ വഴിപാടും പ്രാർത്ഥനയും നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. 7ൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത അധ്യായത്തിൽ. നമസ്തേ.